Hello dear children, welcome to Kids Area Online. Kids Area Online ഒന്നാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ. സെക്കൻഡ് ടേം എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം. ലൈവ് ക്ലാസ്സസും റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികാർക്ക് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഇത്രയും സബ്ജക്ട്സിന്റെ എക്സാം സ്പെഷ്യൽ വർക്ക്ഷീറ്റ്സ് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കേണ്ടതാണ്. ഓക്കെ, 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് EVS. ഇന്ന് നമ്മൾ വൃത്തിയുള്ള ശരീരം, ക്ലീൻ ബോഡി, ഇതിനായിട്ട് എന്തൊക്കെ തീരുമാനങ്ങളാണ് നിങ്ങൾക്കെടുക്കാൻ കഴിയുക, ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വൃത്തിയുള്ള ശരീരം, ക്ലീൻ ബോഡി. നിങ്ങൾ എല്ലാ ദിവസവും കുളിക്കാറുണ്ടോ? ഇല്ല അല്ലേ? പക്ഷേ വൃത്തി വേണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും കുളിക്കണം. ഒന്നാമത്തെ കാര്യം എന്താ? എല്ലാ ദിവസവും കുളിക്കണം. ടേക്ക് എ ബാത്ത് ഡെയിലി. ദിവസവും എന്ത് ചെയ്യണം? കുളിക്കണം. ടേക്ക് എ ബാത്ത് ഡെയിലി, എല്ലാ ദിവസവും കുളിക്കണം. രണ്ടാമത് നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക വൃത്തിയുള്ള ശരീരത്തിനായിട്ട്? വാഷ് ആൻഡ് ക്ലീൻ ബോഡി പാർട്സ് പ്രോപ്പർലി വിത്ത് സോപ്പ്. ശരീരഭാഗങ്ങൾ നന്നായി സോപ്പിട്ട് കഴുകി വൃത്തിയാക്കണം. ശരീരഭാഗങ്ങൾ, ബോഡി പാർട്സ്, ശരീരഭാഗങ്ങൾ നല്ലതുപോലെ, പ്രോപ്പർലി നല്ലതുപോലെ സോപ്പിട്ട്, വിത്ത് സോപ്പ് കഴുകി വൃത്തിയാക്കണം. വാഷ് ആൻഡ് ക്ലീൻ. വാഷ് ആൻഡ് ക്ലീൻ ബോഡി പാർട്സ് പ്രോപ്പർലി വിത്ത് സോപ്പ്. വാഷ് ആൻഡ് ക്ലീൻ ബോഡി പാർട്സ് പ്രോപ്പർലി വിത്ത് സോപ്പ്. ശരീരഭാഗങ്ങൾ നന്നായി സോപ്പിട്ട് കഴുകി വൃത്തിയാക്കണം. ഒന്നാമത് എന്താ നമ്മൾ പറഞ്ഞേ? എല്ലാ ദിവസവും കുളിക്കണം. ടേക്ക് എ ബാത്ത് ഡെയിലി. രണ്ടാമത് എന്താ? ശരീരഭാഗങ്ങൾ നന്നായി സോപ്പിട്ട് കഴുകി വൃത്തിയാക്കണം. വാഷ് ആൻഡ് ക്ലീൻ ബോഡി പാർട്സ് പ്രോപ്പർലി വിത്ത് സോപ്പ്. ഇനി എന്താ ചെയ്യാൻ കഴിയുക? മലിനമായ വെള്ളത്തിൽ കുളിക്കരുത്. മലിനമായ വെള്ളത്തിൽ കുളിക്കരുത്. ഡു നോട്ട് ബാത്ത് ഇൻ ഡേർട്ടി വാട്ടർ. ഡു നോട്ട് ബാത്ത് ഇൻ ഡേർട്ടി വാട്ടർ. അഴുക്ക് വെള്ളത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? മലിനജലത്തിൽ കുളിക്കാൻ പാടില്ല. ശരീരം തോർത്തുന്നതിനായി ഉണങ്ങിയതും വൃത്തിയായുള്ളതുള്ള തോർത്ത് ഉപയോഗിക്കണം. ശരീരം തോർത്താൻ, നമ്മൾ കുളിച്ചു കഴിഞ്ഞിട്ട് ശരീരം തോർത്തില്ലേ, അതിനായിട്ട് എങ്ങനെയുള്ള ടവലാ ഉപയോഗിക്കേണ്ടേ? ഡ്രൈ ആൻഡ് ക്ലീൻ ടവൽ. യൂസ് എ ഡ്രൈ ആൻഡ് ക്ലീൻ ടവൽ ടു ഡ്രൈ യുവർ ബോഡി. യൂസ് എ ഡ്രൈ ആൻഡ് ക്ലീൻ ടവൽ ടു ഡ്രൈ യുവർ ബോഡി. നമ്മുടെ ബോഡി എങ്ങനെയാ തോർത്തുക? ഉണങ്ങിയതും വൃത്തിയുള്ളതുമായിട്ടുള്ള തോർത്ത് ഉപയോഗിച്ച് എന്ത് ചെയ്യണം? തുടയ്ക്കണം, തോർത്തണം. യൂസ് എ ഡ്രൈ ആൻഡ് ക്ലീൻ ടവൽ ടു ഡ്രൈ യുവർ ബോഡി. ശരീരം തോർത്തുന്നതിനായി ഉണങ്ങിയതും വൃത്തിയുള്ളതുമായിട്ടുള്ള തോർത്ത് ഉപയോഗിക്കണം. ഇനി നാലാമത് എന്താ ചെയ്യേണ്ടേ? മറ്റുള്ളവരുടെ തോർത്ത് ഉപയോഗിക്കാനേ പാടില്ല, ഉപയോഗിക്കാതിരിക്കണം. മറ്റുള്ളവരുടെ തോർത്ത് ഉപയോഗിക്കാതിരിക്കണം. ഡു നോട്ട് യൂസ് അതേഴ്സ് ടവൽ. ഡു നോട്ട് യൂസ് അതേഴ്സ് ടവൽ. അഞ്ചാമത് നമുക്ക് എന്ത് ചെയ്യാം? ആറാമതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗത്തിന് ശേഷം തോർത്ത് കഴുകി ഉണക്കി സൂക്ഷിക്കണം. ഉപയോഗിച്ച് കഴിഞ്ഞിട്ടോ ആ തോർത്ത് നമ്മൾ എന്ത് ചെയ്യണം? കഴുകി ഉണക്കണം, ഉണക്കി സൂക്ഷിക്കണം. വാഷ് ആൻഡ് ഡ്രൈ ദ ടവൽ ആഫ്റ്റർ യൂസ്. വാഷ് ആൻഡ് ഡ്രൈ ദ ടവൽ ആഫ്റ്റർ യൂസ്. ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ആ ടവൽ എന്ത് ചെയ്യണം? വാഷും ചെയ്യണം, ഡ്രൈ ഉണക്കുകയും വേണം. അപ്പൊ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ പഠിച്ചു? എല്ലാ ദിവസവും കുളിക്കണം. ടേക്ക് എ ബാത്ത് ഡെയിലി. ശരീരഭാഗങ്ങൾ നന്നായി സോപ്പിട്ട് കഴുകി വൃത്തിയാക്കണം. വാഷ് ആൻഡ് ക്ലീൻ ബോഡി പാർട്സ് പ്രോപ്പർലി വിത്ത് സോപ്പ്. മലിനമായ വെള്ളത്തിൽ കുളിക്കരുത്. ഡു നോട്ട് ബാത്ത് ഇൻ ഡേർട്ടി വാട്ടർ. ശരീരം തോർത്തുന്നതിനായി ഉണങ്ങിയതും വൃത്തിയുള്ളതുമായിട്ടുള്ള തോർത്ത് എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. യൂസ് എ ഡ്രൈ ആൻഡ് ക്ലീൻ ടവൽ ടു ഡ്രൈ യുവർ ബോഡി. മറ്റുള്ളവരുടെ തോർത്ത് എന്ത് ചെയ്യണം? ഉപയോഗിക്കാനേ പാടില്ല, ഉപയോഗിക്കാതിരിക്കണം. ഡു നോട്ട് യൂസ് അതേഴ്സ് ടവൽ. ഓക്കെ. ലാസ്റ്റ് എന്താ? ഉപയോഗത്തിന് ശേഷം തോർത്ത് കഴുകി ഉണക്കി സൂക്ഷിക്കണം. വാഷ് ആൻഡ് ഡ്രൈ ദ ടവൽ ആഫ്റ്റർ യൂസ്. അങ്ങനെയാണെങ്കിൽ വ്യക്തി ശുചിത്വത്തിനായി നിങ്ങളെടുത്ത തീരുമാനം, എൻ്റെ ശുചിത്വം
എൻ്റെ ഉത്തരവാദിത്വം. എൻ്റെ ശുചിത്വം എൻ്റെ ഉത്തരവാദിത്വം. എന്തൊക്കെ തീരുമാനങ്ങളായിരിക്കും നിങ്ങളുടെ ശുചിത്വത്തിനായിട്ട് നിങ്ങൾ എടുക്കുക? 4 കാര്യങ്ങൾ പറയണം. ഓക്കെ, നിങ്ങളുടെ മൈ ഹൈജീൻ മൈ റെസ്പോൺസിബിലിറ്റി. എൻ്റെ വൃത്തി എന്ന് പറയുന്നത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, എൻ്റെ ഉത്തരവാദിത്വമാണ്. എന്തൊക്കെ ചെയ്യും അതിനായി? നിങ്ങൾ എന്തൊക്കെ ചെയ്യാം? ഒന്നാമത് നമുക്ക് എന്ത് ചെയ്യാം? എന്തൊക്കെ ചെയ്യാം? എല്ലാ ദിവസവും എന്ത് ചെയ്യണം? കുളിക്കണം. എല്ലാ ദിവസവും കുളിക്കണം. ആദ്യം നമ്മൾ എടുക്കേണ്ട തീരുമാനം എന്താ? എല്ലാ ദിവസവും എന്ത് ചെയ്യണം? എല്ലാ ദിവസവും എന്ത് ചെയ്യണം? കുളിക്കണം. എല്ലാ ദിവസവും കുളിക്കണം. എല്ലാ ദിവസവും കുളിക്കണം. എല്ലാ ദിവസവും കുളിക്കണം. ഓക്കെ. രണ്ടാമത് നമുക്ക് എന്ത് ചെയ്യാം? വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. രണ്ടാമത് നമുക്ക് എന്ത് ചെയ്യാം? വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. വൃത്തിയുള്ള വസ്ത്രം എന്ത് ചെയ്യണം? ധരിക്കണം. വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. മൂന്നാമത് നമുക്ക് എന്ത് ചെയ്യാം? തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കണം. കുടിക്കാനായിട്ട് എന്താ ചെയ്യണ്ടേ? തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കണം. അല്ലെങ്കിൽ നല്ല ആഹാരം കഴിക്കണം. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ നല്ല ആഹാരം മാത്രം എന്ത് ചെയ്യണം? കഴിക്കണം. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കണം. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ വൃത്തിയുള്ള നല്ല ആഹാരം കഴിക്കണം. അത് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. അവസാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? തുറന്നു വെച്ച ആഹാരം കഴിക്കില്ല. തുറന്നു വെച്ച ആഹാരം കഴിക്കില്ല. അവസാനം എന്ത് തീരുമാനം എടുക്കാം? തുറന്നു വെച്ച ആഹാരം കഴിക്കില്ല. തുറന്നു വെച്ച ആഹാരം കഴിക്കില്ല. ഓക്കെ. അപ്പോ ഇവിടെ 4 കാര്യങ്ങൾ. നമ്മുടെ വ്യക്തി ശുചിത്വത്തിനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? എല്ലാ ദിവസവും കുളിക്കണം, വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കണം, തുറന്നു വെച്ച ആഹാരം കഴിക്കില്ല. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് നമുക്ക് എങ്ങനെ പറയാം? മൈ ഹൈജീൻ മൈ റെസ്പോൺസിബിലിറ്റി. എങ്ങനെ നമുക്ക് ചെയ്യാം? ടേക്ക് ബാത്ത് എവറി ഡേ. ഒന്നാമത് നമുക്ക് എന്ത് ചെയ്യാം? ടേക്ക് ബാത്ത് എവറി ഡേ. ടേക്ക് ബാത്ത് എവറി ഡേ. എല്ലാ ദിവസവും എന്ത് ചെയ്യണം? കുളിക്കണം. ടേക്ക് ബാത്ത് എവറി ഡേ. ടേക്ക് ബാത്ത് എവറി ഡേ. എല്ലാ ദിവസവും എന്ത് ചെയ്യണം? കുളിക്കണം. രണ്ടാമത് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് എന്തെഴുതാം? നമുക്ക് ഇത് എഴുതാലോ. ആഹാരത്തിന് ശേഷവും മുൻപും കൈയും വായും കഴുകണം. എഴുതിക്കൂടെ? മലയാളം മീഡിയം കുട്ടികൾക്ക് എഴുതാം കേട്ടോ. എന്താ? വാഷ് ഹാൻഡ്സ്. വാഷ് ഹാൻഡ്സ് ആൻഡ് മൗത്ത്. വാഷ് ഹാൻഡ്സ് ആൻഡ് മൗത്ത്. കൈയും വായും കഴുകണം. എപ്പോഴാ? ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ്. ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ്. ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ്. ഇപ്പൊ രണ്ടാമത് നമുക്ക് എന്ത് ചെയ്യാം? കൈയും വായും കഴുകണം. എപ്പോഴാ? ബിഫോർ ആൻഡ് ആഫ്റ്റർ. വാഷ് ഹാൻഡ്സ് ആൻഡ് മൗത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ്. വാഷ് ഹാൻഡ്സ് ആൻഡ് മൗത്ത്. കൈയും വായും ആഹാരത്തിന് മുമ്പും പിമ്പും എന്ത് ചെയ്യണം? കഴുകണം. അതുപോലെ വൃത്തിയുള്ള ഡ്രസ്സ് ധരിക്കുന്ന കാര്യം ടീച്ചർ പറഞ്ഞില്ലേ? വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. വിയർ ക്ലീൻ ഡ്രസ്. വേർ എന്താ? ക്ലീൻ ഡ്രസ്. വേർ ക്ലീൻ ഡ്രസ്. നല്ല വൃത്തിയുള്ള എന്ത് ചെയ്യാം? വസ്ത്രം ധരിക്കാം. വേർ ക്ലീൻ ഡ്രസ്. അതുപോലെ നെയിൽ കട്ട് ചെയ്യുന്ന കാര്യം. നഖം എന്ത് ചെയ്യണം? നഖം വളർന്നു വരുമ്പോൾ നഖം എന്ത് ചെയ്യണം? വെട്ടി സൂക്ഷിക്കണം. അത് നമുക്ക് എഴുതാം. എന്താ? കട്ട് ദ നെയിൽസ്. കട്ട് ദ നെയിൽസ് അറ്റ് ടൈം. അറ്റ് ടൈം. കട്ട് ദ നെയിൽസ് അറ്റ് ടൈം. അപ്പോൾ 4 കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞു. വേറെയും കാര്യങ്ങൾ ഉൾപ്പെടുത്തി. മലയാളം മീഡിയം കുട്ടികൾക്ക് എന്താ ടീച്ചർ പറഞ്ഞു? വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. വേർ ക്ലീൻ ഡ്രസ്. അത് ടീച്ചർ പറഞ്ഞു. എല്ലാ ദിവസവും കുളിക്കണം. ടേക്ക് ബാത്ത് എവറി ഡേ. എല്ലാ ദിവസവും കുളിക്കണം. പിന്നെ തുറന്നു വെച്ച ആഹാരം കഴിക്കരുതെന്ന് ടീച്ചർ പറഞ്ഞു. അത് ഉൾപ്പെടുത്താം.
തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കണം, അതും ഉൾപ്പെടുത്താം. അതുപോലെ ആഹാരത്തിന് മുമ്പും പിമ്പും കൈയും വായും കഴുകണം. വാഷ് ഹാൻഡ്സ് ആൻഡ് മൗത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ്. അതുപോലെ എന്താ, സമയത്തിന് നഖം വെട്ടണം, കട്ട് ദ നെയിൽസ് അറ്റ് ടൈം. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പേഴ്സണൽ ഹൈജീൻ ഉൾപ്പെടുത്താം. പേഴ്സണൽ ഹൈജീൻ ആണ് ടീച്ചർ പറയുന്നത്. പേഴ്സണൽ ഹൈജീൻ, വ്യക്തി ശുചിത്വം, വ്യക്തി ശുചിത്വം. ഓക്കെ, മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? യെസ്. Okay, children. Bye-bye. Thank you.